ഓ നമോ ഭഗവതേ സാईശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. വേദസായി ബ്രാഹ്മണ മഹിമ. ഇത്രയും മഹത്തായ വേദം അറിഞ്ഞിട്ടും എന്തേ വേദപണ്ഡിതന്മാർക്ക് ക്ലേശങ്ങളും ദാരിദ്ര്യവും ഉണ്ടായത്? ഒരിക്കൽ ബാബയോട് ഭക്തന്മാർ ചോദിച്ചു. സ്വാമി അരുളി, ശരിയായ സംശയം. എന്തുകൊണ്ട് പണ്ഡിതന്മാരും വേദശാസ്ത്രജ്ഞന്മാരും ഇത്രയധികം ക്ലേശം അനുഭവിക്കുന്നു? ഉണ്ണാനും ഉടുക്കാനും പോലും ഇവരിൽ അധികം പേരും വിഷമിക്കുന്നു. ഈ ദുര്യോഗത്തിന്റെ കാരണം ഞാൻ പറയാം. അവർക്ക് തന്നെ വേദങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ തങ്ങൾ പഠിച്ച വേദത്തിൽ ഉറച്ചു വിശ്വസിക്കട്ടെ. അപ്പോൾ ആ വേദം തന്നെ അവരെ സന്തുഷ്ടരാക്കിക്കൊള്ളും. വേദത്തിന് മനുഷ്യനെ ആനന്ദിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ മറ്റെന്തിനാണ് അതിന് സാധിക്കുക? ബ്രാഹ്മണരെ കുറിച്ച് ഭഗവാൻ അരുളി, ലോകമംഗളത്തിനായി യഥാർത്ഥ ബ്രാഹ്മണൻ സ്വന്തം സ്വാതന്ത്ര്യത്തെ തടഞ്ഞിരിക്കുന്നു, നിയമങ്ങൾ സ്വയം അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ സ്വയം നിയന്ത്രിതരായി ജീവിക്കുന്നു. ഇതൊക്കെ അവർ സ്വയം സ്വീകരിച്ച കഷ്ടപ്പാടുകളാണ്. വെറും തമാശയ്ക്ക് വേണ്ടി പ്രഭാതം മുതൽ പ്രദോഷം വരെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഈ കഠിന നിയമങ്ങളിൽ സ്വയം ബന്ധിച്ചിരിക്കുന്ന അവരെ പരിഹസിക്കരുത്. അവരുടെ ആദർശങ്ങളെ ബഹുമാനിക്കണം. ഭാരതത്തിനും ലോകത്തിനും അവരുടെ നിഷ്ഠ മൂലം വലിയ മേന്മ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യരാശിയെ രക്ഷിക്കാൻ ഈ സംസ്കാരത്തെ അവർ കാത്തുപോന്നു. ഈ കഠിന നിയമവും യാതനയും അനുഭവിക്കുന്ന അവരുടെ ആത്മാർത്ഥത എനിക്ക് നന്നായി അറിയാം. വേദോദ്ധാരണത്തിന്റെ ഭാഗമായി പർത്തിയിൽ ഗായത്രി മന്ത്രോപദേശം പലവട്ടം ഭഗവാൻ നടത്തി. എത്രയോ സുഹൃത്തികൾക്ക് ഭഗവാനിൽ നിന്നും പിന്നീട് ഭഗവത് സാന്നിധ്യത്തിലും ഗായത്രി മന്ത്രോപദേശം ലഭിച്ചു. വേദസംസ്കാരത്തിൽ നിന്ന് വഴുതിപ്പോയവരെ ഭഗവാൻ കരുണയോടെ തിരുത്തി. ഒരിക്കൽ ഷിമോഗയിൽ നിന്നും ഒരു ഭക്തൻ പർത്തിയിലെത്തി. പുതുതായി തുടങ്ങുന്ന വ്യാപാരത്തിന് സ്വാമിയുടെ അനുഗ്രഹം വേണം. അതിനാണ് വന്നത്. സ്വാമി അയാളുടെ സമീപം ചെന്നു. പിന്നെ മെല്ലെ ചോദിച്ചു, നീ ഇപ്പോൾ സന്ധ്യാവന്ദനം ചെയ്യാറുണ്ടോ? ചാട്ടവാറുകൊണ്ടുള്ള അടിപോലെയായി ആ ചോദ്യം അയാൾക്ക്. സ്വാമി പണ്ട് ഉപനയനം ചെയ്തപ്പോൾ ചെയ്തു. പിന്നെ പിന്നെ സാരമില്ല, വീട്ടിലെത്തിയാൽ ഉടൻ പുനരാരംഭിക്കുക. അയാൾ ഭഗവാൻ പറഞ്ഞതുപോലെ 3 നേരവും സന്ധ്യാവന്ദനം തുടങ്ങി. അപ്പോഴാണ് മുത്തച്ഛന്റെ കാലം മുതൽ പൂജിച്ചിരുന്ന ഒരു ലിംഗം നിലവറക്കുണ്ടിൽ താൻ ഉപേക്ഷിച്ച കാര്യം ഓർമ്മ വന്നത്. അയാൾ അത് തപ്പിയെടുത്തു. കറുത്തു പോയിരിക്കുന്നു ആ ലിംഗം. അദ്ദേഹം അതിൽ അഭിഷേകവും പൂജയും ആരംഭിച്ചു. അയാളുടെ നിരന്തര പൂജയും പ്രാർത്ഥനയും മൂലം ലിംഗം ക്രമേണ തനി തങ്കമായി മാറി. പിന്നീട് അതിന്റെ അഗ്രത്തിൽ ബാബയുടെ രൂപം തെളിഞ്ഞു വരാൻ തുടങ്ങി. ആയിരക്കണക്കിന് ആളുകൾ അത് വന്ന് കണ്ട് നിർവൃതി അടഞ്ഞു. അത് കണ്ടവരെല്ലാം തങ്ങളുടെ പൈതൃക സംസ്കാര മഹിമ അറിഞ്ഞ് ആചരിക്കാനും തുടങ്ങി. അതെന്റെ പ്രവൃത്തി. സ്വാമി അമൃതാനന്ദ ഏറെക്കാലം രമണ മഹർഷിക്കൊപ്പം കഴിയാൻ മഹാഭാഗ്യം കിട്ടിയ പുണ്യാത്മാവ്. അദ്ദേഹത്തിന്റെ കൈവശം വലിയൊരു സംഖ്യ പണമുണ്ട്. വേദ പുനരുദ്ധാരണത്തിനായി ആ സംഖ്യ ഉപയോഗിക്കണമെന്ന് രമണ മഹർഷി സന്യാസിയെ ഉപദേശിച്ചിരുന്നു. പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് മദനമോഹന മാളവ്യ, ഭഗവാൻ ദാസ്, ബാലഗംഗാധര തിലകൻ എന്നിവരോടൊക്കെ സന്യാസി അന്വേഷിച്ചു. പക്ഷെ കൃത്യമായ ഉപദേശം അദ്ദേഹത്തിന് കിട്ടിയില്ല. ഈ അവസരത്തിലാണ് ഭഗവാൻ ബാബയെ അമൃതാനന്ദ സന്ദർശിക്കുന്നത്. ഒരു അഭിമുഖ വേളയിൽ ചോദിക്കാതെ തന്നെ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സിനെ അലട്ടരുത്. വേദധർമ്മ പുനരുദ്ധാരണം എന്റെ പ്രവൃത്തിയാണ്. അതോർത്ത് നീ വിഷമിക്കണ്ട. വേദം പ്രകാശിക്കും. 1960 ജനുവരി. വേലസ്റ്റിൻ എന്ന സംസ്കൃത പണ്ഡിതൻ ഫ്രാൻസിലെ സർബോണിൽ നിന്ന് പ്രശാന്തി നിലയത്തിലെത്തി. വേദം ഫ്രഞ്ച് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുകയായിരുന്നു അദ്ദേഹം. ഭഗവാൻ അദ്ദേഹത്തിന് അഭിമുഖം നൽകി. സംസാരിക്കുന്ന വേളയിൽ ഭഗവാന്റെ തൃക്കരങ്ങളിൽ പൊടുന്നനെ പിടിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, ഈ പാവന ഭൂമിയിൽ വേദജ്ഞാനം അസ്തമിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അത് ഉദ്ധരിക്കണമേ, വേദത്തെ പോഷിപ്പിക്കണേ. ഭഗവാൻ കാരുണ്യപൂർവ്വം അരുളി, ഞാൻ വന്നത് അതിനുവേണ്ടി തന്നെയാണ്. അതെ, വേദ പുനരുദ്ധാരണം അത് ഞാൻ ചെയ്യും. ലോകത്തെ എവിടെയാണെങ്കിലും താങ്കൾക്ക് അത് അറിയാനും കഴിയും. ലോകത്തിന് വേദപ്രകാശം ലഭ്യമാകും. വിഷമിക്കാതിരിക്കൂ. അമൃതവാണി. 1965 നവരാത്രി വേളയിൽ സ്വാധ്യായ സപ്താഹ യജ്ഞസമയം വിദ്വൻ മഹാസഭയുടെ ഉദ്ഘാടനം നടന്നു. ഒക്ടോബർ 20-ന് 200 പണ്ഡിതന്മാർ പ്രശാന്തി നിലയത്തിൽ സന്നിഹിതരായിരുന്നു. സ്വാമി പ്രസ്താവിച്ചു, ഭവാനി ദേവി ശിവജി ചക്രവർത്തിയുടെ കയ്യിൽ ഒരു വാൾ കൊടുത്ത് ഹിന്ദുധർമ്മത്തെ പരിരക്ഷ ചെയ്യുക എന്ന് കൽപ്പിച്ചു. ഇന്ന് ഈ ശിവശക്തി ഈ പണ്ഡിതന്മാരുടെ കയ്യിൽ പോയി ലോകത്തിൽ ധർമ്മം സ്ഥാപിക്കുവിൻ എന്ന് നിർദ്ദേശിച്ച് ധൈര്യമാകുന്ന ഖഡ്ഗം നൽകുന്നു.
ഈ സഭ തുടരെ തുടരെ വിജയം നേടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലായിടത്തും സനാതനധർമ്മം പുനഃസ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യരിലെ ദിവ്യത്വത്തിലുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആഗതനായത് അതിനു വേണ്ടിയാണ്. ഇടുങ്ങിയ ജ്ഞാനത്തിൽ നിന്നുളവാകുന്ന ദുഷ്ഫലങ്ങളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു. അധപതനത്തിന്റെ മുന്നോടിയായ അഹംഭാവത്തിൽ നിന്നും രക്ഷിക്കേണ്ടിയിരിക്കുന്നു. ലോകം ഇന്ന് വരണ്ട് തരിശായ മരുഭൂമി പോലെയാണ്. ആ മരുഭൂമി മഴയ്ക്കായി മുറവിളി കിട്ടുന്നു. ഈ സഭ ഓരോ വരണ്ട തൊണ്ടയിലും വേദശാസ്ത്ര തടാകങ്ങളിൽ നിന്നും ധൈര്യസാന്ത്വനങ്ങളാകുന്ന അമൃതജലം നൽകും. വൈദിക കർമ്മങ്ങൾ, ശാസനങ്ങൾ അന്ധവിശ്വാസങ്ങളാണെന്ന് വിമർശിക്കുന്നവരെ ബാബ അപലപിച്ചു. ധർമ്മത്തിന്റെ വേരുകളാണ് വേദങ്ങൾ. വേരുകൾക്ക് കേടുവന്നാൽ വൃക്ഷം നശിക്കും. ശാശ്വതമായ ആനന്ദവും ശാന്തിയും വേദം നൽകിയിരുന്നു. അവ മനുഷ്യന്റെ പ്രവൃത്തികളെല്ലാം ഭഗവത് ആരാധന എന്ന കർമ്മമാക്കി മാറ്റി. അന്തം കാണാത്ത തൃഷ്ണയിൽ നിന്നും ഭയങ്കരമായ ദുഃഖത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിച്ചു. സൂര്യനെയും ചന്ദ്രനെയും പറ്റി അറിയുന്നതിന് പകരം നിങ്ങളെ തന്നെ നിങ്ങൾ അറിയൂ. അതാണ് ആനന്ദം, ശാന്തി എന്നിവയിലേക്കുള്ള മാർഗം. എനിക്ക് അറിയില്ലെന്ന് കരുതിയോ? വേദം പഠിച്ചിട്ടും അതിൽ വിശ്വാസം ഉറയ്ക്കാത്തവരെ ഭഗവാൻ ശാസിക്കുന്നുണ്ട്. അത്തരം ഒരു സംഭവം കിഴക്കൻ ഗോദാവരി ജില്ലയിൽ ഉണ്ടായി. അവിടെ ഒരു വലിയ വേദപണ്ഡിതൻ ഉണ്ടായിരുന്നു, ഗുണഭദ്രൻ. പക്ഷെ കുടുംബത്തിലെ ധനസ്ഥിതി വളരെയേറെ മോശം. ദാരിദ്ര്യത്തിൽ നേറി ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, എന്ത് ബാബ, അദ്ദേഹം ഒരു കരുണയും ഇല്ലാത്തവനാണ്. തങ്ങളുടെ ക്ലേശങ്ങളെ കുറിച്ച് ബാബയ്ക്ക് എഴുതാമെന്ന് ശാസ്ത്രികളുടെ ഭാര്യ പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചില്ല. 2 ദിവസം കഴിഞ്ഞു. അയാൾക്ക് സ്വാമിയുടെ ഒരു കത്ത് കിട്ടി. പ്രശാന്തി നിലയവും അദ്ദേഹം താമസിക്കുന്ന സ്ഥലവും തമ്മിൽ 800 നാഴിക ദൂരമുണ്ടെന്നും ഓർക്കുക. കത്ത് കിട്ടിയപ്പോൾ അദ്ദേഹം വിസ്മയിച്ചു പോയി. കത്ത് ഇങ്ങനെ: എനിക്ക് കത്തെഴുതുന്നത് നിനക്ക് സമ്മതമല്ല അല്ലേ? ആരെങ്കിലും കത്തെഴുതി വേണമോ എനിക്ക് കാര്യങ്ങൾ അറിയാൻ? നീ രാമചന്ദ്രപുരത്ത് ഗീതാ പ്രഭാഷണം നടത്തി. കുറച്ച് ദക്ഷിണ കിട്ടുമെന്ന് കരുതിക്കൊണ്ടാണല്ലോ അത് ചെയ്തത്. എന്നിട്ട് നഷ്ടമല്ലേ ഉണ്ടായത്? നിന്റെ പഠിപ്പെല്ലാം വ്യർത്ഥം, വിലകെട്ടത്. നീ നിന്നെ തന്നെ ശപിക്കുന്നതും ഞാൻ അറിയുന്നില്ലെന്ന് നീ കരുതുന്നുവോ? ഈ ലോകത്തെ മുഴുവനും പരിപാലിക്കുന്ന എനിക്ക് നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടത് നൽകാൻ എന്തു ഭാരം? ഈ കഷ്ടപ്പാടൊക്കെ നിനക്ക് സമ്മാനിച്ചത് നിന്നെ ചില പാഠങ്ങൾ പഠിപ്പിക്കാനാണ്. നീ ആത്മാവാണ്. പക്ഷേ ക്ലേശങ്ങൾ വരുമ്പോൾ നീ ആത്മതത്വം മറക്കുന്നു. ആത്മാവിന് സുഖദുഃഖങ്ങളില്ല. നീ ഏറെ പഠിച്ചു, പക്ഷേ അത് പരിശീലിക്കാൻ ശ്രമിക്കുന്നില്ല. ഓരോ ഹൃദയത്തിലും നിറഞ്ഞു തുളുമ്പുന്ന ആത്മാനന്ദത്തെ തടസ്സപ്പെടുത്താൻ ഒന്നിനും കഴിയില്ല എന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, ആ വിശ്വാസം നിനക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നീ എത്ര സന്തോഷവാനാകുമായിരുന്നു. ചിന്തിക്കൂ. നീ ആത്മാവിനെ കുറിച്ച് വളരെ വിസ്തരിച്ച് പറയുന്നു, അതിലെ ആനന്ദം വിവരിക്കുന്നു. അതൊക്കെ ഉപദേശിക്കാൻ എത്ര എളുപ്പം. പക്ഷെ നീ ആചരിക്കുന്നുണ്ടോ? വേദവും ശാസ്ത്രവും തലയിൽ നിറച്ചു വെച്ച നിനക്ക് കോപവും താപവും വിലാപവും യോജിച്ചതോ? വിഷമിക്കേണ്ട. വേദന, ഭയം, നഷ്ടം, ദുഃഖം ഇവയെ സദാ സ്മരിക്കാതെ എല്ലാവിധ ഉത്കണ്ഠകൾക്കുമുള്ള പരിഹാരമായ തിരുനാമസ്മരണ ചെയ്യൂ. സൽക്കാര്യങ്ങളിൽ മുഴുകൂ. അമൃതാനന്ദം നേടൂ. ധനികരിൽ നീ കുറ്റം കാണണ്ട. ആരിലും കുറ്റം കാണരുത്. സായി എല്ലാവരിലുമുണ്ട്. നീ ആരെയെങ്കിലും പഴിക്കുമ്പോൾ സായിയെ തന്നെ പഴിക്കുകയാണ് എന്ന് സ്വന്തം നീ ഹൃദയനിവാസി സായി. സംസ്കൃതത്തിലായിരുന്നു ഭഗവാൻ കത്തെഴുതിയത്. ആ വേദപണ്ഡിതൻ സായി വചനാമൃതമാകുന്ന ഔഷധം സേവിച്ച് സമസ്ത ദുഃഖങ്ങളിൽ നിന്നും മുക്തനായി. പിന്നീട് അദ്ദേഹം സംസ്കൃതത്തിൽ ഭഗവാന്റെ ഉപദേശങ്ങൾ കവിതാരൂപത്തിൽ സായി ഗീത എഴുതുകയും ചെയ്തു. വേദഭൂമി, വേദനാഭൂമി. ഒരിക്കൽ സ്വാമി അധ്യാപകരോട് അരുളി, നിങ്ങൾ അധ്യാപകർ, ഗവേഷകർ എന്ന് പറയപ്പെടുന്ന ഒരു സംഘം എഴുതിയ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. ആ പണ്ഡിതന്മാർക്കൊന്നും നമ്മുടെ ശാസ്ത്രത്തിലോ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ തെല്ലും വിശ്വാസമില്ല. രാമായണം, ഭാരതം, ഭാഗവതം ഒന്നും യഥാർത്ഥത്തിൽ നടന്നിട്ടില്ലെന്ന് അവർ വിശ്വസിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം രാമരാവണ കൃഷ്ണ കംസ ദേവാസുര പോരാട്ടങ്ങൾ ആര്യ-ദ്രാവിഡ പോരാട്ടങ്ങളാണ്. ഈ വീക്ഷണം സമ്പൂർണ്ണം അബദ്ധജടിലം. ഭാരതീയ സംസ്കാരം അവിഭാജ്യമാണ്. ചരിത്ര ഗവേഷകർ ഇതെല്ലാം ബോധപൂർവം മെനഞ്ഞെടുത്തതാണ്. വംശീയ ഭിന്നതകളും വിദ്വേഷവും അവർ പരത്തുന്നു. നമ്മുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യം സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഇവിടത്തെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇല്ലെന്നുള്ളതാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ പദ്ധതി സമ്പൂർണ്ണം പരാജയം. വേദഭൂമി ഇപ്പോൾ വേദനാഭൂമിയായിരിക്കുന്നു. ആചാരങ്ങൾ ഉപേക്ഷിക്കരുത്. ആചാരങ്ങളിലൂടെ ആശയങ്ങൾ പുതുതലമുറകളിലേക്ക് പകരുന്നു.
ആചാരങ്ങളെ ഭഗവാൻ വളരെയേറെ ആദരിച്ചു. സജ്ജനങ്ങളുടെ ആചാരങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ കൂടിയുള്ളതാണ്. ഭക്തന്മാർ ഭഗവാനെ ഹാരമണിയിക്കാറുണ്ട്. പുരുഷന്മാർ ഭഗവാന്റെ കഴുത്തിൽ മാലയിടും. സ്ത്രീകൾ കൊടുക്കുന്ന മാല ഭഗവാൻ കയ്യിൽ വാങ്ങുകയാണ് പതിവ്. വിഭൂതി സൃഷ്ടിക്കുമ്പോൾ സാധാരണയായി പുരുഷന്മാരുടെ നെറ്റിയിൽ സ്വാമി തൊട്ടുകൊടുക്കാറുണ്ട്. പക്ഷെ സ്ത്രീകളുടെ കൈത്തലത്തിലേക്ക് അത് ചൊരിയുന്നു. ഒരിക്കൽ ഒരു സ്ത്രീ ദുശ്ചിന്തകളൊന്നുമില്ലാതെ ഒരു സാധകന്റെ നാവിൽ വിഭൂതിയിട്ട് കൊടുത്തു. അതുകൊണ്ട് കടുത്ത കോപത്തോടെ തികഞ്ഞ ഗൗരവത്തിൽ ബാബ പറഞ്ഞു, മനസ്സിൽ മലിനതകളില്ല എന്ന് കരുതി ആചാരവിരുദ്ധമായ ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിച്ചാൽ നിങ്ങൾ ഇരുവരുടെയും സാധനാബലം ഞാൻ ശൂന്യമാക്കും. ഏറ്റവും ആധുനികനായ സ്വാമി ഭാരതീയ പാരമ്പര്യങ്ങളെ ഒരിക്കലും തള്ളിപ്പറഞ്ഞില്ല. രാഗണപതി ഭഗവാന്റെ മാർഗനിർദ്ദേശങ്ങളെ പ്രമാണസഹിതം ഇങ്ങനെ വിലയിരുത്തുന്നു. പ്രേമവിവാഹം സ്വാമി അനുകൂലിക്കുന്നില്ല. കല്യാണ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിന് മുമ്പ് സ്ത്രീ പുരുഷന്മാർ കൂടിക്കാണുന്നതും സംസാരിക്കുന്നതും സ്വാമി നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അല്ലാതെ സ്ത്രീകൾ ഉദ്യോഗത്തിന് പോകുന്നതിൽ അവിടുന്ന് താല്പര്യപ്പെടുന്നില്ല. സ്ത്രീകൾ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം നേടണമെന്ന് സ്വാമി അരുളുന്നു. ആ പഠനം ഉത്തമമായ കുടുംബജീവിതത്തിനും ഭയം അകറ്റാനും സത്യാന്വേഷണത്തിനും വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്, ധനസമ്പാദനത്തിന് മാത്രമല്ലെന്ന് സ്വാമി അരുളി. നമ്മുടെ ആൺകുട്ടികൾ ഉപരിപഠനത്തിനായി വിദേശത്ത് പോയാലും അവർ അവിടെ സ്ഥിരതാമസമാക്കുന്നതിൽ സ്വാമി തൽപരനല്ല. അവരുടെ കഴിവുകൾ മാതൃഭൂമിക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടണമെന്ന് സ്വാമി ഉപദേശിച്ചു. കൃത്രിമ കുടുംബാസൂത്രണം ശരിയല്ല. സാത്വികാഹാരം, ഉത്തമമായ ജീവിതചര്യ, ഇന്ദ്രിയ നിയന്ത്രണം, ധ്യാനം എന്നിവയിലൂടെ സമയമിനം നേടുക. ദുഷിച്ച സിനിമകളും നോവലുകളും പത്രമാസികകളും സ്വഭാവഹത്യ നടത്തുന്നു. കൃത്രിമമായ കുടുംബാസൂത്രണം സ്വീകരിക്കുന്നവർ സ്വയവും സമൂഹത്തെയും നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു. പ്രകൃതി നിയമങ്ങൾക്കെതിരായി നീങ്ങരുത്. തിരിച്ചടി ശക്തമായിരിക്കും. ഏറ്റവും നല്ല വഴി വേദം ഉപദേശിക്കുന്നുണ്ട്, അത് സ്വീകരിക്കുക. സ്ത്രീകൾ കൂടുതൽ അച്ചടക്കവും ധാർമ്മികതയും പുലർത്തണമെന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നു. കാരണം അവരാണ് കുടുംബത്തിന്റെ അടിത്തറ. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ആധുനിക സൗഹൃദ ബന്ധങ്ങളെ ഭഗവാൻ അനുകൂലിക്കുന്നില്ല. ദർശനവരിയിലും കാന്റീനിലും ആശുപത്രിയിലും എല്ലാം സ്ത്രീക്കും പുരുഷനും പ്രത്യേകം സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു. കാരണം ഈ അച്ചടക്കം സാമൂഹികാരോഗ്യത്തിന് അത്യാവശ്യമാണ്. പ്രശാന്തി നിലയത്തിലെ ആഘോഷങ്ങളുടെ ആന്തരാർത്ഥം പലപ്പോഴും സ്വാമി വെളിപ്പെടുത്തിയിട്ടുണ്ട്. വെറും ചടങ്ങുകൾ കൊണ്ട് പ്രയോജനമില്ല. അതെ, സ്വാമി അരുളുന്നു, ആചാരപ്രകാരം എന്തുകൊണ്ട് നിങ്ങൾ ഇത് ആഘോഷിക്കുന്നില്ല? ഞാൻ തന്നെ ഇവിടെ അത് ചെയ്യുന്നില്ലേ? അനുഗ്രഹവും ആചാരവും. വലിയൊരു ധനിക കുടുംബത്തിലെ യുവാവ്, കുറച്ച് സായി ഭക്തൻ. യുവാവ് സ്വാമിയോട് പ്രാർത്ഥിച്ചു, സ്വാമി, അവിടുന്ന് ഈശ്വരൻ തന്നെ, എനിക്ക് അങ്ങയുടെ അനുഗ്രഹം മാത്രം മതിയല്ലോ, പിന്നെന്തിനാണ് വേദം വിധിച്ചിട്ടുള്ള ഈ ചടങ്ങുകളൊക്കെ നടത്തുന്നത്? അവിടുത്തെ അനുഗ്രഹത്തെക്കാൾ ശക്തിയുണ്ടോ ചടങ്ങുകൾക്ക്? ചിരിച്ചുകൊണ്ട് ഭഗവാൻ അരുളി, ബംഗാരു, നീ പറഞ്ഞത് അത്രയും സത്യം തന്നെ. എന്റെ അനുഗ്രഹമുള്ളപ്പോൾ മറ്റൊന്നിന്റെയും ആവശ്യമില്ല. നീ മാത്രമായിരുന്നെങ്കിൽ ഞാൻ അത് സമ്മതിക്കുമായിരുന്നു. പക്ഷെ നീ വലിയൊരു കുടുംബത്തിലെ മൂത്തയാൾ. മുതിർന്ന ആളുകൾ പാരമ്പര്യം കളഞ്ഞു കുടിച്ചാൽ എന്തായിരിക്കും കുടുംബത്തിന്റെ, അതുവഴി സമൂഹത്തിന്റെ തകർച്ച? എത്ര വലിയ തിരിച്ചടിയാകും അത്. നാം അതിന് വഴിവെക്കാമോ? നിന്റെ വിവാഹം പാരമ്പര്യപ്രകാരം ആചാരപ്രകാരം നടക്കണം. എങ്കിലേ നിന്റെ സഹോദരി സഹോദരന്മാർക്ക് നല്ല കുടുംബങ്ങളിൽ നിന്ന് ബന്ധമുണ്ടാകൂ. നമ്മുടെ പാരമ്പര്യത്തെ ആദരിക്കുക തന്നെ വേണം. ആചാരങ്ങളെയും അനാചാരങ്ങളെയും വേർതിരിച്ചറിയാനുള്ള സൂക്ഷ്മബുദ്ധി നാം വളർത്തിയെടുക്കണം. അപ്പോൾ ഭഗവാൻ അരുളിയതിന്റെ ആഴത്തിലുള്ള അർത്ഥം ഗ്രഹിക്കാനാകും. ഓം തത് സത്.